ഇതെനിക്ക് എന്നെങ്കിലും ലൈഫിൽ ഒരു വട്ടം ഡ്രൈവ് ചെയ്യണം. സൈബർ ട്രക്ക് ഉണ്ട് മോനെ. ഐഫോൺ കാർഡ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് ഞാൻ നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. മാമാ എർത്തിന്റെ ടീ ട്രീ ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസർ. അപ്പോൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആക്നെ, പിമ്പിൾസ് ഒന്നും ഇല്ലാത്ത ഒരു അടിപൊളി സ്കിൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യുകയും ക്ലോഗ്ഡ് ആയിട്ടുള്ള പോഴ്സ് ഒന്നും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നതാണ്. ടീ ട്രീയുടെയും സാലിസിലിക് ആസിഡിന്റെയും ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു നോൺ സ്റ്റിക്കി ഫോർമുലയാണ് ഇതിൽ യൂസ് ചെയ്തത്. ഇത് നമ്മുടെ സ്കിന്നിലെ ഓയിൽ സെക്രീഷൻ കുറയ്ക്കുകയും ആക്നെ ഒന്നും ഇല്ലാതാക്കുകയും ചെയ്യും. പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റ്സ് നിങ്ങളുടെ മുഖത്തെ മാർക്സ് എല്ലാം കുറച്ച് നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ നൽകാനും സഹായിക്കും. പിന്നെ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്സിനും യൂസ് ചെയ്യാനും പറ്റുന്നതാണ്. സിലിക്കൺസ്, പാരബിൻസ്, മിനറൽ ഓയിൽസ്, ഡൈസ് അതുപോലുള്ള കെമിക്കൽ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒന്നും ഇതിൽ അടങ്ങിയിട്ടില്ല. ഇത് അപ്ലൈ ചെയ്യേണ്ട വിധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് കയ്യിലെടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്താൽ മാത്രം. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പേർപ്പിൾ അതുപോലെ തന്നെ മാമാർത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആപ്പിലും ഇത് വാങ്ങാൻ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഭാഗ്യം 2024 എന്നുള്ള കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 20% ഡിസ്കൗണ്ട് കൂടെ അവൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവരെല്ലാം ഇപ്പൊ തന്നെ വാങ്ങിക്കോ. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ ഫോർഡിന്റെ ഏരിയയിലേക്ക് പോകട്ടെ. ഇവിടെ ഒരു സിവിനിയർ ഷോപ്പും എല്ലാം ഉണ്ട്. പോർഷിന്റെ അകത്തേക്ക് നമുക്ക് കയറാം. മോഡൽ GT3 ആണ് കേട്ടോ. ഓസ്റ്റൺ മാർട്ടിൻ, ബെന്ലി, റോൾസ് റോയ്സ്. എന്റെ മോനെ, നവീൻ ഇവിടെ വന്നിട്ട് ഹെവനിലെത്തിയ കണക്കാണ്. ലാൻഡ് റോവർ ആട്ടോ, പഴയ. ഇത് ഓടിച്ച അടിപൊളിയായിരിക്കും അല്ലേ? ആ, ലെഗോ കൊണ്ട് കാശുണ്ടാക്കി വെച്ചേക്കുന്നത്. പക്ഷെ വീൽ ഒറിജിനലാടാ. ആ എടാ, പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സെക്ഷനാട്ടോ. ലെഗോസ് കൊണ്ട് റെഡ് ബുള്ളിന്റെ ഒരു ഏരിയ കേട്ടോ. ഇതെനിക്ക് എന്നെങ്കിലും ലൈഫിൽ ഒരു വട്ടം ഡ്രൈവ് ചെയ്യണം. അതിന്റെ വൺ ഓഫ് ദ ഡ്രീം ആയിട്ട്.
റാലീസ് ഓൺ ചെയ്തിട്ടുള്ള കാഴ്ചക്കാരുടെ ഞങ്ങൾ ഇപ്പോഴും ഒരു ബിൽഡിങ്ങേ കഴിഞ്ഞിട്ടുള്ളൂ. സെക്കൻഡ് ബിൽഡിങ്ങിലേക്ക് പോകാൻ പോകുന്നേ ഉള്ളൂ. സെക്കൻഡ് ബിൽഡിംഗ് കൂടെ കഴിഞ്ഞാലേ ഇത് തീരുള്ളൂ. സെക്കൻഡ് ബിൽഡിങ്ങിന്റെ ഒരു സൈഡാട്ടോ ഇത് മൊത്തം നമുക്ക് കവർ ചെയ്യണം. ഇത് മൊത്തം തീരുമ്പോൾ ഒരു സമയമാവും. എന്നാലും നമുക്ക് ഇതെല്ലാം ഒന്ന് കണ്ടു തീർക്കുന്നുണ്ട്. അവിടെ കുറച്ച് ട്രാക്കൊക്കെ ഉണ്ട് കേട്ടോ. ബ്രോങ്കോ ഏതാ അത് വണ്ടി? ജീപ്പാന്ന് തോന്നുന്നു. ജീപ്പിന്റെ അതാ കയറി വരുമ്പോ തന്നെ ഏതോ ഒരു ബ്രാൻഡ് എനിക്ക് ഏതാന്ന് അറിഞ്ഞൂടാ കേട്ടോ. പക്ഷെ കാണാൻ ഇല്ല. നമ്മുടെ ബ്രോങ്കോയുടെ ഒക്കെ ഒരു ലുക്കുണ്ട്. അവിടെ EV6 ബാർബിയുടെ കാറ്. ഇത് ഒറിജിനലായിരിക്കില്ലേ? ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. EV9 ജീപ്പ് നമുക്ക് കയറി ഇരുന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. EV5 ഇവിടെ കാർ എന്തൂസിയാസ്റ്റുള്ള ആരെങ്കിലും ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകാൻ തോന്നത്തില്ല. ഞാൻ പോകാൻ തോന്നുന്നില്ല. അപ്പം നമുക്ക് ഓടിക്കാൻ പറ്റില്ല കേട്ടോ. കയറി ഇരുന്ന് യാത്ര ചെയ്യാനേ പറ്റുള്ളൂ. നമുക്കൊന്ന് യാത്ര ചെയ്താലോ? ക്യൂ നിൽക്കണമല്ലേ? ക്യൂ നിൽക്കണം. നമ്മൾ കറങ്ങിയിട്ട് വരാം. ടൈം ഉണ്ടെങ്കിൽ നമ്മൾ നിസാൻ്റെ ഏരിയയിലേക്ക് കയറുക കേട്ടോ. ഇതാണ് നിസാൻ്റെ ഫുൾ ഏരിയ. ഇത് അങ്ങനെ അങ്ങ് കിടക്കുകയാണ് നിസാൻ ഏരിയ. എവിടെ നിന്റെ ഫേവറേറ്റ് സാധനം എവിടെ? കൊമേഴ്ഷ്യൽ ഇൻഫിനിറ്റിയുടെ മോഡൽസ് എല്ലാം ഉണ്ട് ഇവിടെ. ഇത് കണ്ട് തീർക്കാനാണെങ്കിൽ നടക്കില്ല, പറയില്ല. നമ്മൾ നേരത്തെ കണ്ട പോൾസ്റ്റാറിൻ്റെ 2 എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രിക്കാണ്, ഫുള്ളി ഇലക്ട്രിക് ആയിട്ടുള്ളതാണ്. പിന്നെ മൗണ്ടൻ പാസ്, ഇതൊക്കെ ഏതാണ് ബ്രാൻഡെന്ന് പോലും എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഇത് 1974 ഫോർഡ് ബ്രോങ്കോ ആയിട്ടോ. മസ്കുലർ ലുക്കാണ്, നോക്കി. ഇപ്പോൾ ഉള്ളതിലൊക്കെ എന്ത് ഹെവിലി ബിൽഡാന്ന് നോക്കിയാൽ. ഇത് LGയുടെ ഫാസ്റ്റ് ചാർജിങ് പറ്റുന്ന ഒരു സ്റ്റേഷൻസ് ആട്ടോ. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻസിന് വേണ്ടി ചെയ്യുന്നൊരു സംഭവം. ഇവിടെ ഹ്യൂണ്ടായുടെ എല്ലാ EVകളും വെച്ചിട്ടുള്ളൊരു സ്റ്റേഷനാണ് കേട്ടോ. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടുന്ന് എല്ലായിടത്തെയും എല്ലാ EVസും അവർ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് കയറിയിരുന്ന് അതിൻ്റെ കംഫർട്ടൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ നേരത്ത് നമ്മുടെ റാമിൻ്റെ ഏരിയ കേട്ടോ. അതിന് റാമിൻ്റെ ഏരിയയിലേക്ക് പോകുന്ന മുമ്പ് ഞാനൊരു സംഭവം കാണിച്ചു തരാം. നമ്മുടെ ടെസ്ലയുടെ ഏരിയ നമുക്ക് കയറിയിരുന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കാം കേട്ടോ. പക്ഷേ സൈബർ ട്രക്കിൽ കയറാൻ പറ്റില്ല. സൈബർ ട്രക്കിൽ കയറാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് കയറിയിരുന്ന് ചെക്ക് ചെയ്ത് നോക്കായിരുന്നു. മോഡൽ S സൈബർ ട്രക്ക് ഉണ്ട്. സൈബർ ട്രക്കിൻ്റെ അകത്തുനിന്ന് കയറണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ ടെസ്ല മോഡൽസും ഇവിടെ ഉണ്ട്. നമുക്ക് ഈവൻ ഊബറായിട്ട് വരെ അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിലെല്ലാം. ഇവിടെ ഇതിൻ്റെ അകത്തുനിന്ന് കയറിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ ഇത് റാംഗ്ലിങ്ങിൻ്റെ ഹൈബ്രിഡ് ഇലക്ട്രിക് ആയിട്ടുള്ളൊരു മോഡലാട്ടോ അതായിരിക്കുന്നത്.
ആ വണ്ടി അവിടെ നിന്ന് കയറി വന്നിട്ട് ഈ സ്റ്റെപ്പെല്ലാം കയറുന്ന നോക്കി വണ്ടി കയറുന്നത് അകത്തിരിക്കുന്നവർ അറിയുന്ന പോലും ഇല്ല കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ കയറി ടെസ്റ്റ് ചെയ്ത് നോക്കാം, പക്ഷേ അത് നല്ലൊരു ക്യൂ ഉണ്ട്, ഇവിടെ സമയം വേസ്റ്റ് ആകും, അതുകൊണ്ട് ഞാൻ കയറുന്നില്ല. അതായത് നമ്മളങ്ങനെ ലാസ്റ്റ് സുബാറുവിലേക്ക് എത്തി. സുബാറു ഒക്കെ ഞാൻ ശരിക്കും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, നമ്മുടെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു സുബാറുവിന്. ഇവിടെ വന്നിട്ട് ഇവിടെ കോമൺ ആട്ടെ, ഇവിടെ എല്ലായിടത്തും സുബാറു ഒക്കെ ഉണ്ട്. സുബാറുവിൻ്റെ ഒത്തിരി മോഡൽസ് ഇവിടെ ഉണ്ട്. ഇതെല്ലാം ഈ ഒരു ഫ്ലോറിൽ മൊത്തമുള്ള എല്ലാം ഒരു ഫാമിലി വെഹിക്കിൾസ്, അങ്ങനെ ഒരു സംഭവമായിട്ടാണ്. കൊമേഴ്ഷ്യലായിട്ട് കൂടുതൽ പക്ക കൊമേഴ്ഷ്യലായിട്ടുള്ള വെഹിക്കിൾസ് ആയിരുന്നു. ഇങ്ങനെ നടന്നു വന്നപ്പോഴേക്ക് പഴയ മസ്റ്റാങ് GT കിടക്കുന്നുണ്ട്, ഒരു ഗോൾഡൻ കളറിൽ കിടിലൻ ഹോട്ട് വീൽസിൻ്റെ ഒരു ടോപ്പ് കാർ പോലത്തെ ഒരു കിടിലൻ കാറ്. ഇതൊക്കെ ഒന്ന് ഓടിച്ച് നോക്കാൻ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ട്. ഇങ്ങനെ നടന്നു വന്നപ്പോഴേക്ക് ഇതാ ഇവിടെ വീണ്ടും F1 കാർസ് കിടക്കുന്ന കേട്ടോ. എനിക്ക് ശരിക്കും ആഗ്രഹം തോന്നുന്നുണ്ട് ഇപ്പോൾ ഒരു F1 കാർ ഓടിച്ച് നോക്കണമെന്ന്. ശരിക്കും ഈ ഓരോ കാറിനെ പറ്റി ഓരോ കംപ്ലീറ്റ് വീഡിയോ ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. ഐസ് 2024 BMW XM ലേബൽ. നമ്മളിപ്പോൾ ഫെറാറിയുടെ ഏരിയയിലേക്ക് കയറിയിരിക്കുക കേട്ടോ. ഫെറാറിയുടെ പഴയത് തൊട്ട് 1984 GT ആയത്, അത് കഴിഞ്ഞിട്ട് F40 2003 എൻസും 1988 GTS ആട്ടോ ഇത്. ഒരു രക്ഷയില്ല. പിന്നെതാ ആ ഒരു ഫെറാറിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് 2024 മോഡൽ വെച്ചിട്ടുണ്ട്. ഗായ്സ്, അപ്പോൾ ഞാൻ ഓട്ടോ ഷോ കണ്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇപ്പോൾ നിൽക്കുന്നത് CN ടവറിൻ്റെ ചുവട്ടിലാണ്. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. CN ടവറിൻ്റെ ഹൈറ്റ് നല്ല ഹൈറ്റിലാട്ടോ. ഓ, ഇവിടെ ഒരു ബ്രിഡ്ജ് പോലത്തെ ഒരു സംഭവമുണ്ട്, അവിടെ നിൽക്കുകയാണ്. ഇവിടെ കുറേ സ്കൾപ്റ്റേഴ്സൊക്കെ ഉണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ. കൊള്ള രസമുണ്ട് കാണാൻ. ഞാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ടാണോ എന്ന് പറഞ്ഞൂടാ. ഓക്കെ, ഇത് ഒരു റെയിൽവേ പാളത്തിൻ്റെ മുകളിലുള്ളൊരു ബ്രിഡ്ജാണ് കേട്ടോ. അതിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അടിപൊളിയായിരുന്നു നമ്മുടെ ഓട്ടോ ഷോയുടെ എല്ലാ വിഷ്വൽസൊന്നും എനിക്ക് ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ആഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ CN ടവറിൻ്റെ മുകളിലേക്ക് കയറണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അത് പറ്റുമെങ്കിൽ അടുത്തൊരു വ്ളോഗായിട്ട് ചെയ്യാം. ഞാനും ഇവനും കൂടെ ഇവിടെ ഫോണിൻ്റെയും ക്യാമറയുടെയൊക്കെ ചാർജ് തീരാറായിട്ട് ദൈവൻ ഇവിടെ പവർ ബാങ്ക് ഒക്കെ എടുത്ത് സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഞാനും അതുപോലെ തന്നെ എൻ്റെ ഫോണിൻ്റെയും ചാർജ് തീരാറായി. കുറേ ഞാൻ ഐഫോണിൽ ഷൂട്ട് ചെയ്തു, കുറേ ക്യാമറയിൽ ഷൂട്ട് ചെയ്തു. ക്യാമറയുടെയും ചാർജ് ഏകദേശം തീരാറായപ്പോൾ ഇനി ബാറ്ററി ഒന്നുകൂടെ ചാർജ് ചെയ്യണം, നല്ല മാറണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ അടുത്ത വ്ളോഗിൽ കാണാം. CN ടവർ അല്ലെങ്കിൽ പിന്നെ ഇതാ ഇവിടെ ഒരു അക്വേറിയം ഉണ്ട്, ആ അക്വേറിയത്തിൽ പോകണമെന്നുണ്ട്. കുറേ പ്ലാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം അടുത്ത വ്ളോഗ്സിലൊക്കെ ആയിട്ട് വരും. മിസ് ചെയ്യാണ്ട് കാണുക. ബൈ.